ഫോർട്ട് കൊച്ചിയിലാണ്. വേദുവിന്റെ സൂപ്പർമാനെ വ്ളോഗ് ചെയ്യണം. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. ഇത് ജെഫ്രിനൊരു ധാരണയുണ്ട്, ജെഫ്രിൻ ഇപ്പോഴും ബാച്ചിലർ ആയതുകൊണ്ട് അടിച്ചു പൊളിച്ച് നടക്കാമെന്ന്. പക്ഷെ അത് ഞങ്ങളിവിടെ നടക്കുമ്പോൾ നടക്കില്ല. ഞങ്ങളാണ് ഇപ്പൊ ആലോചിക്കുന്നത്, ജെഫ്രിന്റെ കല്യാണം പെണ്ണ് ആലോചിക്കുന്നത്. വന്നു ഇതെങ്ങനെ കാശീസി വന്നു കഴിഞ്ഞാൽ ഇത് കഴിക്കാതെ ആരും പോലും. അങ്ങനെയാണെങ്കിൽ ഞങ്ങള് ഒരു കാര്യം ചെയ്യാം, നാളെ ബാംഗ്ലൂർ പോകുന്നതായിരിക്കും. റെഡിയാണോ? റെഡിയാണോ? ഇതെല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ? ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഞങ്ങൾ ആക്ച്വലി ഫോർട്ട് കൊച്ചിയിലാണ്. വേദുവിൻ്റെ സൂപ്പർമാനെ വ്ളോഗ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി ജെഫ്രിന് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വെറുതെ ഒരു ഡ്രൈവിന് വന്നതാണ്. അപ്പോൾ ഞങ്ങളൊരു ഫേവറേറ്റ് കഫേ ആണ്. ഞങ്ങൾക്ക് 2-3 ഫേവറേറ്റ് കഫേസ് ഉണ്ട്. അതിലൊരു സ്ഥലത്ത് കാശീസാണ്. ഫുഡായിട്ട് എപ്പോഴും ബന്ധം കാണുള്ളൂ. ആക്ച്വലി ഞങ്ങൾ ന്യൂ ഇയറിന് ഇതുവരെ കണ്ടിട്ടില്ല അന്തുവിനെ. സോ അങ്ങനെ കാണാനും കൂടെയാണ് വന്നത് അന്തും ജെഫ്രിനൊക്കെ. കാശീസിലാണ് ഭയങ്കര റഷ്. ന്യൂ ഇയറിന് ഇവിടെ വന്നപ്പോൾ എംപ്റ്റി ആയിരുന്നു. ഇന്ന് ഭയങ്കര റഷും ഭയങ്കര പോലീസും, എന്താണെന്നറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കാശീസിൽ പോയി ഒരു ചായയും കോഫിയൊക്കെ കുടിച്ച് നമുക്ക് എൻജോയ് ചെയ്യാം. അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. പ്രിയത ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊരു ഫോർട്ട് കൊച്ചിയിൽ ഒരു ദിവസം എന്തായാലും വന്ന് വ്ളോഗ് ചെയ്യും. എങ്ങനെ ടൂറിസ്റ്റ് ആയാലും അല്ലെങ്കിൽ കേരളത്തിലെ ആൾക്കാരാണെങ്കിലും എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരു ദിവസം ഫോർട്ട് കൊച്ചി സ്പെൻഡ് ചെയ്യണം. കാരണം ശരിക്കും ഭയങ്കര ഒരു ഡിഫറെൻറ്റ് വൈബ്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ്, നമ്മൾ കൊച്ചിക്കാരാണെങ്കിലും ഫോർട്ട് കൊച്ചിയിൽ പ്രത്യേകിച്ച് വരുമ്പോൾ ഭയങ്കര വേറൊരു പോസിറ്റീവ് ഫീലിംഗ് തന്നെയാണ്. അത് ഇവിടുത്തെ ആൾക്കാരുടെയാണ്, ഇവിടുത്തെ സ്ഥലത്തിൻ്റെയാണ്, ഇവിടുത്തെ ഒരു ഹെറിറ്റേജിൻ്റെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങനത്തെ ഒരു വ്ളോഗ് ചെയ്യും. അല്ലേ വേദു? നമുക്കൊരു ദിവസം 1 day in ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞൊരു വ്ളോഗ് എന്തായാലും ചെയ്യണേ. വേണ്ടാന്ന്, പക്ഷെ ഞാൻ ചെയ്യും. ഇതൊക്കെയാണ് ഫോർട്ട് കൊച്ചിയുടെ ചാം. ഇങ്ങനത്തെ ഈ ഓപ്പൺ എയറിലിരുന്ന് കഴിക്കുന്നതൊക്കെ കിഡിലൻസ് ഫീലിംഗ് ആണ് അല്ലേ? നമ്മളിവിടെ വന്ന് കഴിക്കാറില്ല ഇടയ്ക്ക് വരിക. ഫ്രഷ് നല്ല ഫിഷ് നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ ഗ്രില്ല് ചെയ്ത് തരും. അത് ആക്ച്വലി ഭയങ്കര ടേസ്റ്റ് ആണ്. ഏത് രീതി, ഇപ്പം നിങ്ങൾക്ക് ലെമൺ ബട്ടർ ഗാർലിക് അല്ലെങ്കിൽ മുളക് കേരള സ്റ്റൈല് സ്പൈസി കുറഞ്ഞ് ഏത് രീതിയിലാണെങ്കിലും പറഞ്ഞാൽ അത് ഫിഷ് ഇത് ഇവിടെ ഫ്രഷായിട്ട് വെച്ചിട്ടുണ്ട്. വലിയ റീസണബിളാണ്. ആ ഫിഷ് അവർ ഇഷ്ടമുള്ള രീതി ഗ്രില്ല് ചെയ്ത് തരും. കറിയൊക്കെ വെക്കും, പക്ഷേ ഗ്രില്ല് തന്നെയാണ് കഴിക്കേണ്ടത്. ഇങ്ങനത്തെ ഒരു ആംബിയൻസിൽ നിന്ന് കഴിക്കുന്നത് ശരിക്കും ഒരു ഗോവയുടെ ഒക്കെ ഫീലിംഗ് തന്നെയാണ്. എന്തായാലും പ്രിയ നമുക്ക് ഒരു ദിവസം വന്ന് ഫോർട്ട് കൊച്ചിയുടെ സെപ്പറേറ്റ് വ്ളോഗ് ചെയ്യണേ. പ്രിയത്തെ ഷോപ്പിംഗ് ഉണ്ട് വേണ്ടല്ലോ, രാജസ്ഥാനി സ്റ്റൈലാന്ന് തോന്നുന്നു. അതാണ് കാശീസ്. ഇന്ന് നമ്മൾ കാശീസൊക്കെ ആക്ച്വലി ഇതൊരു സെപ്പറേറ്റ് വ്ളോഗായിട്ട് വേണ്ട. പക്ഷേ ഇന്ന് ആക്ച്വലി സൺഡേ ഞങ്ങൾ ഉച്ചയ്ക്കല്ല ബിരിയാണിയൊക്കെ കഴിച്ചു. അതുകൊണ്ട് വ്ളോഗിങ് ആയിട്ടൊന്നും ഇല്ല. അല്ല സോറി, ഒരു ഫുഡ് വ്ളോഗ് ആയിരിക്കില്ല ഇത്. അന്തോനും ജെഫ്രിനെ കാണണം, അതിനാണ് ഞങ്ങൾ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത്. വെൽക്കം ടു കാശി. ആക്ച്വലി നമ്മൾ കാശീസ് ഒരു സെപ്പറേറ്റ് വ്ളോഗ് ചെയ്യുന്നുണ്ട് ഉറപ്പാണ്. കാരണം ഞങ്ങളുടെ അത്രയും മെമ്മറീസ് ഉള്ളതാണ്. എൻ്റെ ഫാദറൊക്കെ ആയിട്ട് സ്ഥിരം വരാറുള്ള സ്ഥലമായിരുന്നു. ഇന്ന് നമുക്ക് വെറുതെ ഒന്ന് ചെയ്യാം. ബോഡി ബിൽഡർ കഥകളി കണ്ടോ ഇത്? ഹാപ്പി ന്യൂ ഇയർ. ഓ, നിങ്ങൾ അവിടെ കോഫി അടിച്ചു ഇവിടെയും കോഫി അടിച്ചോ? ഓ, ഡയറ്റ് ആണല്ലേ? ഞാനും ഡയറ്റ് ആട്ടാ. ബിരിയാണില്ല. വേദു ഉറങ്ങുവാണോ? നോക്കട്ടെ. ആര് വേദു? എഴുന്നേറ്റോളെ. അന്ന് ഭയങ്കര മെലിഞ്ഞിരിക്കുവാണ്, ഭയങ്കര ഫിറ്റ്. എനിക്ക് ഭയങ്കര കോംപ്ലക്സ് ആയി പോയി. എനിക്കായിരുന്നു ഏറ്റവും വലിയ ബോഡി എന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുവായിരുന്നു. എല്ലാം പോയി. ജെഫ്രിയാണ് ട്രെയിനർ. ജെഫ്രി ഇപ്പം എറണാകുളത്തിൽ ഓരോരുത്തരുടെ വെയിറ്റ് കുറച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആൾക്കാരുടെ പേര് ഇപ്പൊ പറയുന്നില്ല. അത് പറയണ്ട നമുക്ക്. ഫുൾ ഇപ്പൊ ജെഫ്രി മറ്റേ സെലിബ്രിറ്റി ലൈനൊക്കെ ഉണ്ട്. നല്ല സെലിബ്രിറ്റീസ് ഒക്കെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്നും ഇപ്പൊ പറയുന്നില്ല. പക്ഷെ പിന്നെ പറയാം അല്ലേ? അപ്പൊ എനിക്ക് ആക്ച്വലി അതെ ഇപ്പൊ ആയല്ല. ഇപ്പൊ അന്തു ഫാൻസ് ഒക്കെ ഉണ്ട്, എവിടെയൊക്കെയോ ഉണ്ട്. അപ്പൊ പിന്നെ നമുക്കപ്പോ സ്നാക്സ് എല്ലാം പോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓംലെറ്റ് ആവാം, പിന്നെ വേണമെങ്കിൽ ഡെസേർട്ട് ആവാം. ഞാൻ അത് കോൾഡ് കോഫി നിങ്ങൾ ഇതായി അല്ലേ? ഞാൻ കോൾഡ് കോഫി ഓർഡർ ചെയ്യാൻ പോവാം. അങ്ങനെ ജെഫ്രി പിന്നെ ഡയറ്റ് ഒന്നും ഇല്ലല്ലോ ഇപ്പൊ. അത് ലൈം ടീ. നീ ഉണ്ട് ഇഷ്ടംമാതിരി ഉണ്ട്. ഒരു പോട്ട പറഞ്ഞത് എനിക്കപ്പോ കൊറേ ഉണ്ടല്ലേ?
എൻ്റെ ആബ്സല്യൂട്ട് ഫേവറേറ്റ് കോൾഡ് കോഫി എവിടെ വെച്ച് കുടിച്ചാലും ഈ കാശീസിൽ തന്നെയാണ്. നമ്മൾ തന്നെ മിക്സ് ചെയ്യണം, നല്ല ക്വാണ്ടിറ്റി ആണ്. നമുക്ക് തന്നെ എൻ്റെ കടുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. ഇറ്റ് ഈസ് ദ മോസ്റ്റ് റിഫ്രഷിങ് ഡ്രിങ്ക് എവർ. ഇത് ഒരെണ്ണം ജെഫ്രിക്കാണ്, പാൽ അത്രയും മതി. എനിക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കണം കോഫി. ഷുഗർ ഒരു രക്ഷയില്ലാത്ത കോൾഡ് കോഫിയാണ്. മിൽക്കില്ല, അല്ല അധികം ക്രീമില്ല, ഐസ്ക്രീമില്ല, ഒന്നുമില്ല. ശരിക്കും തണുത്ത കോഫിയുടെ നല്ല ഹാൻഡ് റോസ്റ്റഡ് കോഫിയാന്ന് തോന്നുന്നു, കോഫി ബീൻസ് ആണെന്ന് തോന്നുന്നു. ഭയങ്കര ടേസ്റ്റാണ്. ജെഫ്രി എങ്ങനെയുണ്ട്? സ്ഥിരം വരുന്ന ആളല്ലേ? പിന്നെ ഈ ജെഫ്രി വേറെ നമ്മളല്ലാതെ വേറെ ഗ്യാങ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഉണ്ടെങ്കിൽ ഇനി ഞങ്ങൾ അറിയാം. എന്തായാലും ഞങ്ങൾ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യും ജെഫ്രിനെ അവിടെ കണ്ട. ഓക്കെ, അല്ല കമന്റ് ചെയ്യണം. നിങ്ങൾ ജെഫ്രിന്റെ വേറെ ആരെങ്കിലും ഒക്കെ കൂടെ കാണുമെങ്കിൽ കമന്റ് ചെയ്യണം. കാരണം ഞങ്ങളോട് പറയാതെ പോകുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു ഡൗട്ട്. സമ്മതിക്കില്ലല്ലേ? ഇല്ല ഇല്ല, അങ്ങനെ പോകണ്ട. അത് ജെഫ്രിന് ഒരു ധാരണയുണ്ട്, ജെഫ്രിന് ഇപ്പോഴും ബാച്ചിലർ ആയതുകൊണ്ട് അടിച്ചു പൊളിച്ച് നടക്കാമെന്ന്. പക്ഷെ അത് ഞങ്ങളിവിടെ നടക്കുമ്പോൾ നടക്കില്ല. ഞങ്ങളാണ് ഇപ്പൊ ആലോചിക്കുന്നത് ജെഫ്രിന്റെ കല്യാണം, പെണ്ണ് ആലോചിക്കുന്നത്. ആൾക്കാർക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും കമന്റ് ചെയ്യണം. അതൊക്കെ പറയാം. അപ്പൊ അല്ല, എന്താ ഓർഡർ ചെയ്ത്? ഓംലെറ്റ് ഓർഡർ ചെയ്തു കേട്ടോ. എല്ലാം ഉണ്ട്, സോസേജ്, ബേക്കൺ, ചീസ് എല്ലാം. അന്തു സാൻഡ്വിച്ച്, പ്രിയ ഓംലെറ്റ്, നമ്മുടെ ഫേവറേറ്റ് എടുത്ത ഓംലെറ്റ് ആണ്. ആക്ച്വലി നമ്മുടെ ന്യൂ ഇയർ ഞങ്ങൾ ആക്ച്വലി ന്യൂ ഇയർ ഊട്ടിയിൽ പോകണ്ടായിരുന്നു. പക്ഷെ അന്തൊരു കോൾഡ് പിടിച്ചു പോയില്ല. ബാംഗ്ലൂരിൽ ഫുഡ് ബ്ലോഗ് ചെയ്യാൻ ഞാൻ പോണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ പോവാനോ? ആണോ? ശരിക്കും അത് എനിക്ക് ആക്ച്വലി ഡയറ്റ് ആണ്. ഇത് പെട്ടെന്ന് വന്ന് ഇവര് പറയും ഫുഡ് ബ്ലോഗ് ചെയ്യാൻ ബാംഗ്ലൂർ പോകാൻ പറയുന്നു. എന്താണ്? അല്ല, വെറുതെ പറയരുത്. റെഡിയാണോ? ആ, ഉറപ്പാണല്ലോ പ്രിയ. ഞങ്ങള് പോയിട്ട് പിന്നെ ഞങ്ങൾ കൊണ്ടുപോകാത്ത എന്താന്ന് പറയരുത്. ഉറപ്പാണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ ഞങ്ങള് ഒരു കാര്യം ചെയ്യാം. നാളെ ബാംഗ്ലൂർ പോകുന്നതായിരിക്കും. റെഡിയാണോ? അപ്പൊ നാളെ എന്റെ വ്ളോഗ് നിങ്ങൾ കാത്തിരിക്കുക. ഞങ്ങൾ ഇങ്ങനെയാണ്, പെട്ടെന്നായിരിക്കും പ്ലാൻ. ഓക്കെ, അതല്ല പ്രിയ, ഇവിടുത്തെ വൈഫൈയുടെ പാസ്വേഡ് എന്താ അറിയോ? എന്നെ നോക്കിയിട്ട് ഈറ്റ് ഹെൽത്തിന്ന്, എന്നെ നോക്കിയിട്ട് മുഖത്ത് ഒരു പുച്ഛത്തോടെ. കറക്റ്റ് ആണോ? എന്റെ വ്ളോഗ്സ് കാണാറുണ്ടല്ലോ. എന്നെ മാത്രം ഉദ്ദേശിച്ചു. എന്നെ നോക്കിയിട്ട് വെയിറ്റർ കണ്ണൊക്കെ ഇങ്ങനെ മോഹൻലാലിനെ പോലെ പിടിച്ചിട്ട് ഈറ്റ് ഹെൽത്തി. ഇത് ഞാനൊരു പാസ്വേഡ് എന്താ? ഈറ്റ് ഹെൽത്തി. പിന്നെയും ചോദിക്കാം പാസ്വേഡ് എന്താ? അല്ല, ഈറ്റ് ഹെൽത്തി എന്ന്. ഇതാണ് ഓംലെറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഫുൾ ചീസും സോസേജും ബേക്കണും. അത് സെയിം, നമ്മുടെ മൂന്നുപേരുടെ സെയിം ആണ് ജെഫ്രി. അന്ത് മാത്രമല്ലേ ഉള്ളൂ ഡയറ്റ്. ഞാനും ഡയറ്റ് ആണ്. ഇത് ഹെൽത്തി ഡയറ്റ് ആണ് അല്ലേ? ഇത് ഹെൽത്തി അല്ലേ? ബ്രൗൺ ബ്രെഡ് ഹെൽത്തി ആണ്, ഫ്രൂട്ട്സ് ഹെൽത്തി ആണ്, എഗ് പ്രോട്ടീൻ ആണ്. കുറച്ച് ചീസേ ഉള്ളൂ. ചീസ് കാൽസ്യം വേണ്ട. അല്ല, അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് മറ്റേ ഇതാ മീറ്റാ, ഗ്രിൽഡ് മീറ്റ്. അല്ല, ഡയറ്റ് ചെയ്ത്. ഓ, അന്തുവിന്റെ സാൻഡ്വിച്ച് അങ്ങ് ദൂരെ കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നു. അന്തു അറിഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നതാ. വേദു വന്നിട്ടുണ്ട് ബാക്കില്. വേദു സൂപ്പർമാൻ അവിടെ വ്ളോഗ് ചെയ്തു. സൂപ്പർമാനെ വ്ളോഗ് ചെയ്തു. അയ്യോ പ്രിയ മറ്റേ ചിൽഡ് വൈബിലേക്കൊക്കെ പോയി. കാലൊക്കെ മടക്കി മേളിലൊക്കെ കയറിയിരിക്കുന്നു. ഭയങ്കര ഫീല. ഒരു വന്നു കഴിഞ്ഞാൽ 3 മണിക്കൂർ മിനിമം അല്ലേ? ഇവിടെ 3 മണിക്കൂർ മിനിമം വേണം. അതെ, അങ്ങനെ സാധാരണ ഇവിടെ വരുന്നതിൽ ഒരു കോഫിയും ഒരു സാൻഡ്വിച്ച് ഓർഡർ ചെയ്ത് 3 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചുകൊണ്ട് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഞങ്ങൾ ഇവിടെ 3 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ 3 മണിക്കൂറും കഴിച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ഒരു കുഴപ്പം അല്ലേ? അന്തു ഇടയ്ക്കിടയ്ക്ക് മേരിയാനൊന്ന് ഓർക്കണേ ഫുഡ് കഴിക്കുമ്പോ.
അതായത് ഈ ഓംലെറ്റ് കണ്ട ഒന്നും ഇല്ലാന്ന് തോന്നുന്നു, പക്ഷെ അകത്തുണ്ടല്ലോ ഫുൾ ഇത് കണ്ട മീറ്റും സോസേജും ബേക്കണും. ഓ കിട്ടില്ല എന്തോ ഒരു രക്ഷയില്ലാട്ടോ ഓംലെറ്റ്. ഓ ഭയങ്കര ടേസ്റ്റ് എന്തോ. ചീസൊക്കെ വരും. ഇങ്ങനെയായിരിക്കും ഓംലെറ്റിന്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ മീറ്റ് ഉണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഷസ് ആയിരിക്കും. ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ എല്ലായിടത്തും ഉള്ളതാണ് സ്റ്റഫ്ഡ് ഓംലെറ്റ്. ഇവിടെ ഉണ്ട് ലോഫേഴ്സ് കഫേ, അങ്ങനെ കുറേ കഫേസിലുണ്ട്. അത് എല്ലായിടത്തും അതുപോലെ ഭയങ്കര ടേസ്റ്റ്. എങ്ങനെയുണ്ട്? അടിപൊളിയാ. എഗ്ഗും കഴിച്ചിട്ട് ഒരു വീറ്റ് ബ്രെഡിന്റെ ബൈറ്റ് കൊടുക്കുക. ബ്രെഡൊക്കെ ഇൻ ഹൗസ് ബേക്ക് ചെയ്യുന്ന നല്ലതല്ല, ഇത് ഒരു രക്ഷയില്ല. ഒരുപാട് നോൺ വെജ് ഉണ്ട് കേട്ടോ. ചീസൊക്കെ താഴെ വീഴുന്നു. അടിപൊളി. ബ്രെഡിന്റെ ബൈറ്റും കൂടെ വരുമ്പോൾ പക്ക. ഏതോ വാട്ടർ മെലൻ കഴിക്കുവാണ്, ജെഫറിനെ കാണിക്കുക. പ്രിയ ബ്രെഡിൽ ബട്ടർ ഇടണം എന്നൊരു നിർബന്ധം ഇല്ല കേട്ടാ, അത് വെറുതെ വെച്ചേ ഉള്ളൂ അല്ലേ? നിർബന്ധമൊന്നും ഇല്ലല്ലോ, ഭംഗിക്ക് വെച്ചേ ഉള്ളൂ. ഞങ്ങളാരും ഉപയോഗിച്ചില്ല. പ്രിയ ആദ്യമേ എന്റെ ബട്ടറും കൂടെ എടുത്ത് വെച്ചിരിക്കുക കണ്ട, 2 എണ്ണം. എല്ലാവർക്കും ഒരെണ്ണേ വെക്കാറുള്ളൂ, പ്രിയ 2 എടുത്ത് വെച്ചിരിക്കുക. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ടും ജെഫ്രി പറയാം പ്രിയ വണ്ണം വെച്ചിട്ടില്ല എന്ന്. എനിക്ക് അതും കൂടെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം. ശരിക്കും പ്രിയ ഭയങ്കര വിഷമം. നമ്മൾ എന്തും കഴിക്കുന്നതിൽ എന്താ വ്യത്യാസം? എല്ലാം ഒരേ ഫുഡല്ലേ കഴിച്ചത്. എനിക്കത് ക്വാണ്ടിറ്റിയിലായിരിക്കും അല്ലേ? ഏത് വാട്ടർമെലൻ കഴിച്ചോ? ഏതോ നല്ല വ്യത്യാസമുണ്ട്. അതെ. മോൻ കഴിച്ചോ? വാട്ടർമെലൻ കഴിച്ചോ? അങ്ങനെ. ഗുഡ് ബോയ്. വാവ് വാവ്. നല്ല മധുരം അല്ലേ? കഴിച്ചോ കഴിച്ചോ. പ്രിയ ഓംലെറ്റ് നമ്മൾ പണ്ടത്തെ പോലെ അല്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റ്. പണ്ട് ചിക്കൻ ആയിരുന്നല്ലോ, ഇപ്പൊ സലാമി ബേക്കൺ ഹാം ഒക്കെയാ. സ്റ്റാർട്ട് ചെയ്തില്ലേ? ഇല്ല സ്റ്റാർട്ട് ചെയ്തില്ല. നല്ല ടേസ്റ്റ് ഇല്ലേ? ഇത് കഴിച്ചിട്ടുണ്ടോ ഇവിടുന്ന്? ബെസ്റ്റ് ഡിഷാ ഇവിടുത്തെ. ബെസ്റ്റ്. പ്രിയ ഹെൽത്തി ആയി കഴിക്കാത്തോണ്ട് വേദ് നിർബന്ധിച്ച് കഴിക്കുക. കുറച്ച് ഫൈബറും വൈറ്റമിൻസ് ഒക്കെ കയറട്ടെ എന്ന് വിചാരിച്ച്. അന്തൂന് ഒരു അനക്കമില്ല, അന്ത് ദൂരെ നിന്ന് സാൻഡ്വിച്ച് അടിച്ചുകൊണ്ടിരിക്കുക. ഒരെണ്ണം കഴിഞ്ഞു കേട്ടോ, അത് ഒളിച്ച് ഒരു സൈഡിലെ കഴിച്ചിരിക്കുക. ചെറുതാണ്. എന്റെ പ്ലേറ്റ് ആദ്യമേ കാലി, ജെഫ്രിന്റെ രണ്ടാമത്തെ കാലി. ജെഫ്രിന് ഓറഞ്ച് ഉണ്ടല്ലോ, കഴിക്കാൻ പോ. പ്രിയ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ക്വാണ്ടിറ്റി. ശരിക്കും ഹെവിയാ, പക്ഷെ കമ്പാരിറ്റീവ്ലി ഹെൽത്തി. കാരണം അങ്ങനെ ഫ്രൈഡ് ഒന്നും ഇല്ല. അല്ല മറ്റേ പണ്ട് ഇവിടെ എൻ്റെ അകത്ത് ചിക്കൻ ആയിരുന്നു, ഇപ്പം മീറ്റ് മറ്റേ എല്ലാം മിക്സായി, അതുകൊണ്ട് കുറച്ചും കൂടെ ഫ്ലേവർഫുൾ ആയി. ഇതെങ്ങനെ ഉണ്ടായിരുന്നു സാൻഡ്വിച്ച്? കഴിച്ചൊരു ഇത് പോലും ഇല്ലല്ലോ, നമുക്ക് ടേസ്റ്റ് പോലും നോക്കാൻ തന്നില്ല. ചോദിക്കണ്ടേ അല്ലേ? ഒന്ന് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് മറ്റേ ഒരു മെയിൻ സാധനം ഓർഡർ ചെയ്യണം, അത് നമുക്ക് ഷെയർ ചെയ്യാം. ഡിസേർട്ട് ആയിരിക്കും. പ്രിയക്ക് വേണ്ടല്ലോ ഡയറ്റിങ്. ദേ പോന്നു, ദേ ആരും വേറെ ആരൊക്കെ ഓർഡർ ചെയ്ത് കൊണ്ടുവന്നു. ചോക്ലേറ്റ് ജെഫ്രി ഞങ്ങളിപ്പോ അവിടെ നിന്ന് കഴിച്ചിട്ട് പോകുന്നത്. കഴിച്ചു ഓൾറെഡി. ഇവര് ലോഫേഴ്സിലായിരുന്നു, അവിടെ നിന്ന് വരുവാ ഇങ്ങോട്ട്. പ്രിയക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണ്ടേ? ഇത്രയും കഴിഞ്ഞിട്ടാണ് 11 ടീ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട്. ഐസ് ടീ ഉണ്ടോ? ഒരു ഐസ് ടീയും ഒരു കേക്കും എടുത്തോ. കേക്ക് ഉണ്ട്. അല്ല ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ സ്പൂൺ ഇട്ടോണ്ട് വരരുത് കേട്ടല്ലോ. അതിനോട് പറഞ്ഞു ലോഫേഴ്സിൽ നിന്ന് വരുവാന്ന്. പക്ഷെ ചോക്ലേറ്റ് കേക്ക് ആകുമ്പോൾ 3 കഴിക്കാമല്ലോ. നിങ്ങൾക്കല്ലേ, ഞങ്ങൾ മനുഷ്യന്മാരുടെ അതെ. ഇന്ന് നമ്മുടെ മറ്റേ സിനിമ മറ്റേ ചിമ്മിണി കേക്കിന്റെ ഇട്ടിരിക്കുന്നത് കണ്ട. പ്രിയ ചോക്ലേറ്റ് കേക്ക് വേണ്ടല്ലോ. വണ്ണം കുറഞ്ഞു എന്ന് വിചാരിച്ച്, വണ്ണം വെക്കുന്നില്ല എന്ന് വിചാരിച്ച് കഴിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. വേദുവിന് വേണോ വേദു ചോക്ലേറ്റ് കേക്ക്? നോ, വേദു ഗുഡ് ബോയ് കേട്ടാ, അതൊന്നും കഴിക്കണ്ട. സൂപ്പർമാനെ കോൾഡ് കോഫിയിലേക്ക് ഇടരുത്. വേദുവിന്റെ സൂപ്പർമാൻ വന്നു. ഇതെങ്ങനെ കാശീസി വന്നു കഴിഞ്ഞാൽ ഇത് കഴിക്കാതെ ആരും പോരുത്. വേറെ എന്ത് കഴിച്ചാലും കുഴപ്പമില്ല. ഇത് വേദു എഴുതേക്ക് എക്സൈറ്റഡ് ആയിട്ട് കണ്ട. ഇത് കണ്ട കഴിക്കാൻ തോന്നാതിരിക്കുമോ?
തോന്നാതിരിക്കുവോ? ഇതേ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. ഇതിന്റെ ക്വാളിറ്റി നോക്കാം ചോക്ലേറ്റിന്റെ. ഇത് ചോക്ലേറ്റ് മാത്രമായിട്ട് കഴിക്കാൻ പറ്റില്ലേ? വാ വാ, വേഗം തീരും കേട്ടോ ഇത്. ഇതേ വന്നു ഒരാൾ ആദ്യത്തെ ബൈറ്റ് തന്നെ എടുക്കാൻ. ഏതുന് ഇതേ തുപ്പൽ ഇറങ്ങിയിട്ട് വയ്യ. ഓ, ഇതിന്റെ ആ ഫസ്റ്റ് ബൈറ്റ് ഉണ്ടല്ലോ, കാശീസ് ചോക്ലേറ്റ് കേക്കിന്റെ. ഹെവൻലി അല്ലേ? ഹെവൻലി. ചൂടാണ്, അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. ചൂട് കേക്കാണ്, അതിൻ്റെ കൂടെ ചൂട് ചോക്ലേറ്റ് സോസും ഒരു ചെറിയ സ്ട്രോബെറി ആണെങ്കിൽ എടുത്താ. ജെഫ്രി വന്നു കഴിഞ്ഞാൽ കിട്ടില്ല ഇത്. എങ്ങനെയുണ്ട്? അമ്മ വേണം, വേദുവിന് വേണം. ഇറ്റ്സ് ടു ഗുഡ് വേദു, ടു ഗുഡ്. മനസ്സിലായി? ആ കണ്ട. ആ വന്ന് വേഗം കഴിച്ചോട്ടെ. വേദു അറ്റാക്കിങ് തുടങ്ങിയിട്ടുണ്ട്. ജെഫ്രിൻ എടുത്തോ. ആ വെറുതെ. ആ അങ്ങനെ താല്പര്യമൊന്നും ഇല്ല, വെറുതെ ഒരു പേരിന്. ടേസ്റ്റ് അതെ, ഒന്നും കൂടെ കഴിച്ചാൽ ചിലപ്പോൾ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. കിട്ടിയോ? അയ്യോ, വേറെ എന്ത് വീണാലും കുഴപ്പമില്ല. കേക്ക്, ചോക്ലേറ്റ് കേക്ക് വെളി വീഴാൻ പാടില്ല. പ്രിയ അപ്പുറത്തെ ടേബിളിലൊക്കെ എന്താ നോക്കി ഇനിയും ഓർഡർ ചെയ്യണം. എന്തൊക്കെയോ ഓർഡർ ചെയ്യണം. അൺബിലീവബിളി ഡെലിഷ്യസ്. ഓ, എന്തെങ്കിലും ആവട്ടെ, പക്ഷെ ഇതാണ് സംഭവം. പിന്നെ ഓ, എന്തൊരു ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ്. ജെഫ്രി അന്ന് ഊട്ടി ചെയ്തായിരുന്നു ഒരു രക്ഷയില്ല. അതെ, കേക്ക് ബാറ്ററിൽ കൊക്കോയും ഇട്ട് കൊക്കോ വെച്ചുണ്ടാക്കിയ ബാറ്ററാണ് തോന്നുന്നു. മൈദേനും കാട്ടിക്കൊള്ളു. ഇത്രയും ചോക്ലേറ്റ് ഒരു സാധനം ക്രീം ഇല്ലാതെ പ്ലെയിൻ ചോക്ലേറ്റ് ആയിട്ടുള്ള ഇത്രയും ഒരു റിച്ച് ആയിട്ടുള്ള കേക്ക് ഇതുവരെ കഴിച്ചിട്ടില്ല. അതിൻ്റെ കൂടെ ചോക്ലേറ്റ് സോസും കൂടെ ഇട്ട് കഴിയുമ്പോൾ ചോക്ലേറ്റ് ലവേഴ്സ് ഡ്രീം. ഫ്രഷ്ലി ബേക്ഡ് വാം ചോക്ലേറ്റ് കേക്ക് വേണ്ട. അപ്പൊ ചോക്ലേറ്റ് ഒരു റിച്ച്നെസ് പോവും. പ്ലെയിൻ ചോക്ലേറ്റ്. ആക്ച്വലി ബോംബെയിൽ ഒന്നും കൂടെ പോകണം, കാരണം ഇവർക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അത് വേറൊരു ഐഡിയ പറയുന്നുണ്ട്. ഏതാ? ആ ആ ബോംബെയിലാ. അതെങ്ങനെയുണ്ട് പ്രിയ? അത് അല്ല, എന്തായാലും ഒരു കാര്യം പറയാം. ഇവരെന്തായാലും നമുക്ക് ബാംഗ്ലൂർ പോകാൻ പെർമിഷൻ തന്നു. അപ്പൊ ബോംബെയിൽ ഇവരായിട്ട് പോവാം. ഓക്കെ, അപ്പൊ വേരിയാൻ റെഡി ആയിക്കോ. ബോംബെയിൽ നമുക്ക് എല്ലാവർക്കും കൂടെ പോയി അടിച്ചു പൊളിക്കാം. അത് ഉടനെ തന്നെ ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് 2 റൂം എടുത്താൽ മതി. ബോയ്സ് എല്ലാം ഒരു റൂം, ഗേൾസ് എല്ലാം ഒരു റൂം. പിള്ളേർ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. ആ ഓക്കെ. അയ്യോ, വേദ നമ്മുടെ റൂമിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇട്ടു കോഫിയിലേക്ക്. അപ്പൊ ജെഫ്രി റെഡി അല്ലേ ബോംബെ? ഓക്കെ. അപ്പൊ ഗൈസ്, നാളത്തെ വ്ളോഗ് നിങ്ങൾ കാണുക. മിക്കവാറും ഒരു ട്വിസ്റ്റ് ആയിരിക്കും. ഞങ്ങൾ പോവോ ഇല്ലയോ അത് നിങ്ങൾ ഇന്ന് തന്നെ കമന്റ് ചെയ്യാ. പ്രിയയുടെ പെർമിഷൻ കിട്ടി, അന്ന് മേരിയാന്റെ പെർമിഷൻ എടുക്കാനുണ്ട്. പോവാണെങ്കിൽ ഇങ്ങനെ, അതെ, നമ്മൾ പോവാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം. ഇന്ന് ഡിസ്ക് എടുത്ത് നാളെ പോകണം. അങ്ങനെ ആണെങ്കിലേ നടക്കുള്ളൂ. അപ്പൊ നാളത്തെ വ്ളോഗ് കാണുക. ഐ എം സോ എക്സൈറ്റഡ്. സത്യം പറയാം, ഞങ്ങൾ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം ഡിസ്കഷൻ. സോ നാളെ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ. ഏത് ബൈ പറ. ജെഫ്രിന്റെ ഡമ്പലാണ്. ഓക്കെ, ബൈ. ബായ് പറഞ്ഞ് ഇറങ്ങിയെങ്കിലും ഞങ്ങള് കാക്കറ കൊടുക്കാൻ പറഞ്ഞു. ഇപ്പഴും എവിടെ കവറ്? അപ്പൊ അവരുടെയും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും കൂടെ കൊടുത്തിട്ട് പറയാം. പക്ഷെ നിങ്ങൾ വീണ്ടും പറയാം, കണ്ടോണ്ടിരിക്കുക. ഞങ്ങൾ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. അതിന് വീട്ടിൽ പോയി ഒരു ഡിസ്കഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒരു 3 ദിവസം ബാംഗ്ലൂർ പൊളിക്കും.
സാധനം കിട്ടി പോലിച്ചു. അതെ ഇത് കിട്ടി. ഇതേ 4 ഉണ്ട്. 2 ജെഫ്രിന് 2 സെയിം ഫ്ലേവേഴ്സാ. അപ്പൊ ബാംഗ്ലൂർ ആരും അത് ഡിസ്കസ് ചെയ്ത് ഇന്ന് തന്നെ പറയണം. അങ്ങനെയാണെങ്കിൽ നാളെ പോകണം. ഓക്കെ ഏതാ പേരിനോടാ പറയണം. ശരിയാവും. പെർമിഷൻ തന്നതാ. ആണോ? ഓക്കെ, അപ്പൊ അത് ചോദിച്ചു നോക്ക്. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ ബാംഗ്ലൂർ. ബാംഗ്ലൂർ നമുക്ക് പോയി പൊളിക്കാം. തീർച്ചയായും ഉറപ്പാ. അവിടെ ഉറപ്പാ. എനിക്ക് നടക്കേടാണ്. ഇല്ല ബുക്ക് ചെയ്തോ. ഓക്കെ, സമ്മതിക്കും. ഉറപ്പാണോ? ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്, അതിന്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും പൊക്കോളാം പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ആയിട്ട് പോകണം. പ്രിയ, ഞങ്ങൾ ബാംഗ്ലൂർ പോയിട്ട് വരാം. ആ വഴി ചിലപ്പോ ബോംബെ, ഗോവ ഒക്കെ പോയിന്ന് വരും. അത് കഴിയുമ്പോ ഞാനും മേരിയാനും അങ്ങോട്ട് വരും. എവിടെ എത്തിക്കോ, നമുക്ക് ആദ്യം പോകട്ടോ. അതെ, ആദ്യം നമുക്ക് വേണ്ടൊക്കെ ചെയ്തിട്ട് വരാം. അപ്പൊ ഓക്കെ, ബൈ. താങ്ക് യു. ഓക്കെ, ജെഫ്രിനോട് പറഞ്ഞേക്ക്. ബൈ. ജെഫ്രിന് ആരുടെയും പെർമിഷൻ വേണ്ടല്ലോ. ബൈ.